അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തുമണീസ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പുതിയ വർഷമൊക്കെ തുടങ്ങിയില്ലേ? അപ്പം എല്ലാവർക്കും പുതുവർഷത്തിൽ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ആയിരിക്കുമല്ലേ? അപ്പം അതെല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹിനോട് പ്രാർത്ഥിക്കാം അല്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ തേങ്ങാ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ദാ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ചിരകിയെടുത്തിട്ടുള്ള 2.5 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ചിരകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് കഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിരകിയെടുത്തിട്ടുള്ള നാളികേരം വലിയതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വറുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തത്. നാളികേരത്തിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അല്ലാതെ ചുമന്ന കളറായിട്ട് വറുത്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നാളികേരം 2.5 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വാനില എസൻസ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നാളികേരം വറുത്തെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വറുക്കാതെ വേണമെങ്കിലും ഈ തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ നാളികേരം പഞ്ചസാരയും അതുപോലെ തന്നെ വാനില എസൻസ് ഒക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2-3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇനി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് ചപ്പാത്തി മാവിൻ്റെ അത്രക്കൊന്നും ടൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊന്ന് ലൂസായിട്ടാവും കേട്ടോ ഈ മാവ് കിട്ടുക. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നടുഭാഗത്തായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറി 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഇതുപോലെ 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയുടെ പീസ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടക്കിടക്കായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിൽ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതുവരെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്ലേറ്റിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇനി ബാക്കിയുള്ള മാവ് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാവ് വെച്ചിട്ട് നമുക്കൊരു 14 തേങ്ങാ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ മറ്റ് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ ഒരു ഭാഗം കളർ മാറി വരാനൊന്നും കാത്തിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ടും കുറച്ച് വെച്ചിട്ടൊക്കെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തേങ്ങാ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടത്. അങ്ങനെ നമ്മളെ തേങ്ങാ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ഈ തേങ്ങാ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് വരും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ ഇതിൻ്റെ ഉൾഭാഗം. അതുപോലെ തന്നെ മധുരമൊക്കെ കറക്റ്റ് ആട്ടോ. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര കറക്റ്റ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരിയും കൂടെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.